നിന്റെ ദൈവവചന പഠനം, നിന്റെ ദൈവവചന കലിയുകയും നിന്റെ ദൈവവചന മെഡിറ്റേഷൻ, ಅದನ್ನ ಧ್ಯಾನಿಸು, ದೇವರ ವಚನ ಧ್ಯಾನಿಸುವಂಥದ್ದು, നിന്റെ ദൈവവചനത്തിന്റെ കൺഫെഷൻ, ഏറ്റുപറച്ചിൽ, ದೇವರ ವಚನಗಳನ್ನ ಮತ್ತೆ ಮತ್ತೆ ನೀನು ಘೋಷಿಸುವುದು, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ, ಎಲ್ಲವೂ ಇದ್ದರೆ നിന്റെ ജീവിതത്തിന്റെ ആത്മീ, ನಿನ್ನ ಜೀವನದ ಆಜ್ಞೆ ഒരിക്കലും ആർക്ക് കെടുക്കാൻ പറ്റത്തില്ല. ಯಾವ ಕಾರಣಕ್ಕೂ ಅದನ್ನ ಆರಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ നിങ്ങളെ ആരെങ്കിലും ഡിസപ്പോയിന്റ് ചെയ്താൽ, ನಾಳೆ ಯಾರಾದರೂ ನಿಮ್ಮನ್ನು ನಿರಾಶೆಗೊಳಿಸಿದರೆ നിങ്ങൾ തളരരുത്, ನೀವು ಕುಗ್ಗಿ ಹೋಗಬಾರದು. കാരണം നിങ്ങളുടെ ക്രിസ്തുവാണ് ജീവിക്കുന്നത്, ನಿಮ್ಮ ಒಳಗೆ ಕ್ರಿಸ್ತನು ಜೀವಿಸುತ್ತಾ ಇದ್ದಾನೆ, യേശുവിനായി ഞാൻ ജീവിക്കുന്നത്, ಯೇಸುವಿಗಾಗಿ ನಾವು ಜೀವಿಸುತ್ತಿದ್ದೇವೆ, യേശുവാണ് എന്നോട് മുന്നോട്ട് പോകുന്നത്, ಯೇಸುವಾಗಿದ್ದಾರೆ ನನ್ನ ಮುಂದೆ ಹೋಗ್ತಾ ಇರೋದು, യേശുവാണ് എന്നെ പരിപാലിക്കുന്നത്, ಯೇಸುವಾಗಿದ್ದಾರೆ ನನ್ನನ್ನು ಪರಿಪಾಲಿಸುತ್ತಾರೆ, യേശുവാണ് എനിക്ക് അഭിഷേകം തരുന്നത്, ಯೇಸುವಾಗಿದ್ದಾರೆ ನನಗೆ ಅಭಿಷೇಕ ಕೊಡುವುದು, യേശുവാണ് എൻ്റെ ആത്മീയ കണ്ണുകളെ തുറക്കുന്നത്, ಯೇಸುವಾಗಿದ್ದಾರೆ ನನ್ನ ಆತ್ಮಿಕ ಕಣ್ಣುಗಳನ್ನು ತೆರೆದುಕೊಡುವುದು. പ്രതികൂലങ്ങൾ എനിക്കൊരു വിഷയമല്ല, ಪ್ರತಿಕೂಲ ನನಗೆ ಒಂದು ಸಮಸ್ಯೆನೇ ಅಲ್ಲ, പീഡനങ്ങൾ എനിക്ക് വിഷയമല്ല, ಪೀಡನೆಗಳು ನನಗೊಂದು ಸಮಸ್ಯೆ ಅಲ್ಲ, പീഡനങ്ങൾ എന്റെ ഭക്ഷണമാണ്, ಪೀಡನೆಗಳು ನನಗೊಂದು ಆಹಾರವಾಗಿದೆ, പീഡനങ്ങൾ എന്റെ ഏറ്റവും നല്ല ഭക്ഷണമാണ്, ಪೀಡನೆಗಳು ನನ್ನ ಅತ್ಯುತ್ತಮವಾದ ಆಹಾರವಾಗಿದೆ. ഹല്ലേലൂയ. പീഡനം വന്നില്ല അയ്യോ എന്നല്ല, എന്തൊരു ടേസ്റ്റ്. ಪೀಡನೆಗಳಿಂದ ಅಯ್ಯೋ ಅಂತೇಳಿ ಓಡಿ ಹೋಗುವುದಲ್ಲ, ಎಂತ ರುಚಿಕರವಾಗಿದೆ ಎಂದು ಹೇಳಬೇಕು. ആരെങ്കിലും നിന്നെ വെറുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവർ വരുന്നത് കൊണ്ട് നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. ಯಾರಾದರೂ ನಮ್ಮನ್ನು ದ್ವೇಷಿಸುವುದನ್ನು ಕಂಡರೆ ಅಯ್ಯೋ ಎಂಬುದಾಗಿ ನಿರಾಶೆಪಡುವುದಲ್ಲ, ಅದಕ್ಕಾಗಿ ನಾವು ಆನಂದಿಸಬಾರದು. ಗುಡ್ ಫುಡ್, ಅದು ಒಳ್ಳೆ ಆಹಾರ, ರುಚಿಕರವಾದ ಆಹಾರ, ವೆರಿ ಟೇಸ್ಟಿ, ವೆರಿ ಟೇಸ್ಟಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ಹಾಗೆ ನಾವು ಹೇಳುವಾಗ പിശാച് തോറ്റു പരാജയപ്പെടും, ಸೈತಾನನು ಸೋತು ಓಡುತ್ತಾನೆ, അവന് വേറെ രക്ഷയില്ല. ಅವನಿಗೆ ಬೇರೇನು ಮಾರ್ಗ ಇಲ್ಲ. അപ്പൊ നിങ്ങൾക്ക് നല്ല ഭക്ഷണം തരണമെന്ന് പിശാചിന് ആഗ്രഹമില്ല, ಅದರಿಗೆ ಒಳ್ಳೆ ಆಹಾರ ಮಾಡಬೇಕೆಂದು ಸೈತಾನನಿಗೆ ಇಚ್ಛೆಯೇನಿಲ್ವಲ್ಲ, അതുകൊണ്ട് നിങ്ങൾ പീഡനം മാറ്റും. ಅದರಿಂದ ಅವನ ಪೀಡನೆಗಳನ್ನು ತೆಗೆದುಹಾಕ್ತಾನೆ. മനസ്സിലാകുന്നുണ്ടോ? ಅರ್ಥವಾಗ್ತಾ ಇದೆಯಾ? മനസ്സിലാകാത്തവർ എത്ര പേര്? ಅರ್ಥವಾಗದಿರುವ ಕೈಗಳು, ಅರ್ಥವಾಗದಿರುವ ಕೈಗಳನ್ನು, മനസ്സിലായവരും കൈകൊണ്ടിച്ചു, ಅರ್ಥವಾದವರು ಕೈಗಳನ್ನು. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണമാണല്ലോ, ಈ ಸಮಸ್ಯೆಗಳ ಪರವಾಗಿ